നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 2/6/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ വീണ്ടും കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ മിക്ക റബ്ബർ കർഷകരും ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 259 രൂപ 50 പൈസ, RSS 5 കിലോ 256 രൂപ 50 പൈസ, ISN 20 208, ലാറ്റക്സ് 60% DRC 161 രൂപ 80 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 259 രൂപ 50 പൈസ, RSS 5 കിലോ 256 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 248 രൂപ 50 പൈസ, RSS 5 കിലോ 245 രൂപ 50 പൈസ. ഒട്ടുപാൽ വില നോക്കുമ്പോൾ ഒട്ടുപാൽ 80% DRC ഒട്ടുപാൽ കിലോ 152, 60% DRC ഒട്ടുപാൽ കിലോ 114. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 250, ലോട്ട് കിലോ 212 മുതൽ 217 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 252 രൂപ 50 പൈസ, RSS 4 252, RSS 5 245, ലോട്ട് 210. ഒട്ടുപാൽ നോക്കുമ്പോൾ 147 വരെ. ഇനി ഫീൽഡ് ലാറ്റക്സ് 223, ഫാക്ടറി വില 233 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ 10,050, 30% DRC ഉള്ള 200 ലിറ്റർ 13,380, 35% DRC ഉള്ള 200 ലിറ്റർ 15,610, 40% DRC ഉള്ള 200 ലിറ്റർ 17,840. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില്ല. കോട്ടയം RSS 4 കിലോ 251 രൂപ 50 പൈസ, RSS 5 കിലോ 248 രൂപ 50 പൈസ, ISN 20 203 രൂപ 50 പൈസ മുതൽ 204 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 134 മുതൽ 147 വരെ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഡെയിലി ഉള്ള റബ്ബറിൻ്റെ വില ഈ ചാനലിലൂടെ കൃത്യസമയത്ത് നിങ്ങളെ അറിയിപ്പിക്കുന്നതായിരിക്കും. കാലാവസ്ഥ അനുകൂലമായതിനാൽ മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,320, ഒരു പവന് 1,14,560. അതുപോലെ 24 ക്യാരറ്റ് 15,622, ഒരു പവന് 1,24,976. അതുപോലെ 18 ക്യാരറ്റ് 11,717, ഒരു പവന് 93,736. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 75 രൂപ, ഒരു പവൻ്റെ മുകളിൽ 600 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ. പല സ്ഥലങ്ങളിലും പല വിലയാണ്. ഇതോടൊക്കെ അടുത്ത വിലയായിരിക്കും മിക്ക സ്ഥലങ്ങളിലും. എന്തായാലും നമ്മുടെ നാട്ടിൽ റോഡ് ബ്ലോക്ക് ആകുന്നത് വളരെ കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഗർഭിണിയായ ഭാര്യ കാറിൽ ഗവർണർക്ക് പോകാനായി അരമണിക്കൂർ ഗതാഗത നിയന്ത്രണം, റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധവുമായി യുവാവ്. കാറ് കുടുങ്ങിയത് VIP വാഹന വ്യൂഹത്തിനെ കടത്തിവിടാനുള്ള ഗതാഗത നിയന്ത്രണത്തിൽ. ഏകദേശം അരമണിക്കൂറോളം ട്രാഫിക്കിൽ കുടുങ്ങിയതാണ് നടു റോഡിൽ. കർണാടക ഗവർണറുടെ വാഹന വ്യൂഹത്തിന് കടന്നു പോകാനായി പോലീസ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞതിനെ തുടർന്നാണ് യുവാവും ഗർഭിണിയായ ഭാര്യയും റോഡിൽ കുടുങ്ങിയത്. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പൊതുജന വികാരമാണ് അധികൃതർക്കെതിരെ ഉയരുന്നത്. ബംഗളൂരിലെ ഏറ്റവും തിരക്കേറിയ ഓൾഡ് എയർപോർട്ട് റോഡിലാണ് സംഭവം നടന്നത്. നിലവിൽ ഈ റോഡിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ സാധാരണ ദിവസങ്ങളിൽ പോലും കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്തായാലും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ഭരണാധികാരിക്കും ഏറെ നാൾ മുന്നേറാൻ പറ്റത്തില്ല. അവർക്കെതിരെ ജനവികാരം ശക്തമാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.